കേരളത്തിൽ ജലനയം രൂപീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് 2027 മുൻപ് ജലനയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ജലനയം രൂപീകരണത്തിന് മുന്നോടിയായി നമ്മുടെ ജലസ്രോതസ്സുകളും കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടിവെള്ളം ജലവിതരണവും രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസും ഇതെല്ലാം തൃപ്തികരമായി നിർവഹിക്കാനും കഴിയുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അത് ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുപോലെ സ്റ്റേറ്റിന്റെ കടമയുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ജനങ്ങളുടെ അവകാശമാണ്, സ്റ്റേറ്റിന്റെ കടമയാണ്. അത് കുറ്റമറ്റ നിലയിൽ തൃപ്തികരമായി നിർവഹിക്കാൻ സർക്കാർ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതാണ് ഒരു വാട്ടർ പോളിസിയിൽ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 2026 ആരംഭിച്ച് 2027 മുമ്പ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജലനയം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി രൂപീകരിച്ചുകൊണ്ട് ഈ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനും അതുപോലെ തന്നെ ഒരു ജനക്ഷേമ വകുപ്പാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ആവശ്യമായ വെള്ളവും എന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് നടപ്പിലാക്കാനാണ് ശ്രമമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കോട്ടയം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മോൻസ് ജോസഫ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.